അന്തരിച്ച സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മൃതദേഹം എറണാകുളത്തെ വസതിയിലെത്തിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ ചേരാനല്ലൂർ വിഷ്ണുപുരം ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ ഇന്നലെയാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഒപ്പം ഇതിന്റെ അന്വേഷണം, ഈ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, അതിന്റെ പുരോഗതി എങ്ങനെയാണ് ആൻമരിയ? റീജിത്ത്, ഇന്ന് വെളുപ്പിനോട് കൂടിയാണ് നടൻ ദിലീപ് ശങ്കറിൻ്റെ മൃതദേഹം ഇവിടെ ഈ വസതിയിൽ, എറണാകുളത്തെ വസതിയിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം ഇന്ന് വെളുപ്പിനോട് കൂടി ആണ് എത്തിക്കുന്നത്. ഇന്നലെയാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തുകയായിരുന്നു. ഇന്ന് 12 മണിയോടെ ചേരാനല്ലൂർ വിഷ്ണുപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. 12 മണിയോട് അടുത്തോടെ തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് കുടുംബക്കാർ അറിയിച്ചിരിക്കുന്നത്. 11 മണി മുതൽ ചിറ്റൂർ സെൻറ് മേരീസ് UP സ്കൂളിൽ പൊതുദർശനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പൊതുദർശനം വീട്ടിൽ തന്നെയായിരിക്കും. സ്കൂളിലേക്ക് മാറ്റിയുള്ള പൊതുദർശനം ഉണ്ടായിരിക്കുകയില്ല. ഈ വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ്. ഈ പഞ്ചാഗ്നി പോലെയുള്ള നിരവധി സീരിയലുകളിലാണ് ദിലീപ് ശങ്കർ വേഷമിട്ടിരിക്കുന്നത്. ഏകദേശം 90കളുടെ കാലഘട്ടം മുതൽ സിനിമാ സീരിയൽ രംഗത്ത് ഒരു കഥാപാത്രത്തെ, നിരവധി കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു പ്രമുഖ നടൻ കൂടിയാണ് ദിലീപ് ശങ്കർ. ഇതിനോടകം തന്നെ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി ആളുകൾ ഈ ചിറ്റൂരുള്ള വസതിയിലേക്ക് ഇന്ന് രാവിലെയോടുകൂടി തന്നെ എത്തിച്ചേരുന്നുണ്ട്. പലതരത്തിലുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ചാപ്പാക്കുരിശ്, നോർത്ത് 24 കാതം, ഈ തുടങ്ങിയ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഈ സിനിമകളിൽ വലിയ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും അഭിനയിച്ച ഏതാനും ചില സിനിമകൾ റിലീസിനായിട്ടും ഒരുങ്ങുന്നുണ്ട്. 2 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ മക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും, കുടുംബക്കാരും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഈ എറണാകുളത്ത് ചിറ്റൂരുള്ള വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്മശാനം, ഈ വിഷ്ണുപുരം ശ്മശാനത്തിലെ ഏകദേശം 12 മണിയോടുകൂടിയായിരിക്കും സംസ്കാരമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. പൊതുദർശനം ഉണ്ടായിരുന്നെങ്കിലും അത് മാറ്റിവെച്ചു. തിരുവനന്തപുരം വാൻഡ്രോർ ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിൽ ഇന്നലെ രാവിലെയാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ഒഴിവാകാനുള്ള ദിലീപ് ശങ്കറിന്റെ ആത്മഹത്യയല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ച് വീണു. ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് നയിച്ചു എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. അത് സംബന്ധിച്ച സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ പോലീസ് അങ്ങനെയാണ് സംശയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ വസതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സംസ്കാരം 12 മണിയോടുകൂടി നടക്കും.